ഈ വലയെറിയണം റൂഹാകുന്ന വേട്ടക്കാരൻ, എന്നിട്ട് ഈ ചാകരയിൽ നിന്ന് വാരണം, നാളത്തെ ലോകത്തേക്ക് കൊണ്ടുപോകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി 15 ദിവസം മാത്രമേ ഉള്ളൂ റമദാനിലേക്ക്. റമദാൻ 30 ദിവസമാക്കിയതാണ് ഉമ്മത്തിന് പറ്റിയ ഏറ്റവും വലിയ പരാജയം. റമദാൻ തത്വത്തിൽ 90 ദിവസമായിരുന്നു. കാരണം ഒരു സമ്മേളനം നമ്മൾ കണക്കൂട്ടൽ പ്രചരണ പരിപാടിയൊക്കെ കൂടി കണക്കൂട്ടിയിട്ടാണ്. സമസ്തന്റെ 100ാം വാർഷിക സമ്മേളനം തീരുമാനിച്ചല്ലോ. പ്രചരണ പത്തനിൽ ഒരു കൊല്ലം ഇല്ലേ, വലിയ വലിയ പരിപാടികൾക്കൊക്കെ നേരത്തെ സ്റ്റാർട്ട്, അതിന്റെ പരിശ്രമത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഈ പരിപാടി നടക്കുന്നതിനേക്കാളും കൂടുതൽ ദിവസം ഉണ്ടാവും. റമദാൻ 30 ദിവസമാണ്, പക്ഷെ 60 ദിവസമാണ് പ്രചരണ പരിപാടി. ഇപ്പൊ 45 ദിവസം കഴിഞ്ഞു, പ്രചരണമൊട്ട് തുടങ്ങിയിട്ടില്ല. ഇനിയുള്ള 15 ദിവസം അടങ്ങിക്കള്ളി. ആദ്യം ഒരുങ്ങേണ്ടത് നനച്ചുകൂളി തന്നെ. ഇവിടെ നനച്ചുകൂളി കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞ നനച്ചുകൂളിയല്ല. നിങ്ങളിപ്പോ ഉദ്ദേശിക്കണേ പൊരന്റെ ഉള്ളിൽ വെള്ളം അടിച്ചിട്ട് കഴിക്കുന്നല്ലേ? അതില്ലെങ്കിലും കുഴപ്പമില്ല. അതില്ലെങ്കിലും നനച്ചുകൂളി ആദ്യം വേണ്ടത് കൽബിനെ കണ്ണീരായ വെള്ളം ഇറക്കിയിട്ട് ആദ്യം തൂത്ത് വൃത്തിയാക്കണം. പിന്നെ റമദാൻ എന്ന് പറഞ്ഞാൽ അടുക്കളന്റെ വിരുന്നുകാരനല്ല, കൽബിന്റെ വിരുന്നുകാരനാണ്. അത് നിങ്ങൾ ചെയ്തോളി, കുഴപ്പമില്ല. ആ പാത്രമൊക്കെ നന്നായിട്ട് കഴുകിച്ചാൽ ഇന്നാലെ നോമ്പറക്കാന്നുള്ള പേരിൽ ഒന്നായിട്ട് ചാമ്പാൻ പറ്റുള്ളൂ. ഒക്കെ റെഡിയാക്കി ചോദിക്കും, ഒരു കുഴപ്പമില്ല. ഞാനതിനെ നിസാരപ്പെടുത്തല്ല. എന്തുകൊണ്ട്? അന്നലാഫത്തെ ശത്രുലീമാ, ശുചിത്വം നമുക്ക് പറഞ്ഞു തന്നെയാണ്. പക്ഷേ റമദാൻ എന്നുള്ളത് കൽബിന്റെ വിരുന്നുകാരനാണ്. അപ്പൊ നനച്ചുള്ളി ആദ്യം നടക്കേണ്ടത് ഇവിടെ. അതിന് കിണറ്റത്തെ വെള്ളം പറ്റൂല, പൈപ്പത്തെ വെള്ളം പറ്റൂല. കിണറ്റത്തെ വെള്ളം പറ്റൂല, പക്ഷെ കണ്ണിന്റെ കുഴിയിലെ വെള്ളം പറ്റൂല. അത് ഏത് വേനൽക്കാലത്തും പറ്റൂല. ഈ നാട്ടിലെ വേനൽക്കാലത്ത് കണ്ണിന്റെ വെള്ളം പറ്റൂല. പറ്റൂല. തൊണ്ട ഏത് വേനൽക്കാലത്തും പറ്റൂല. കണ്ണ് ഒരു വേനൽക്കാലത്തും പറ്റൂല. കാരണം എന്താ? ഇത് എപ്പോഴും ആവശ്യമുള്ള വെള്ളം, അതൊട്ട് വരണമില്ല. അപ്പൊ ആദ്യം നെൻസോളി ഇമാരുടെ നിങ്ങൾ ചോലെടുത്തോളി, പാത്രങ്ങൾ കഴിക്കോളി, ഒക്കെ റെഡി ആയിക്കോളി. പക്ഷേ റമദാൻ എന്നുള്ളതിൽ മുഹമ്മദ് മുസ്തഫ. പാത്രം ആദ്യം ടാങ്ക് നല്ല വൃത്തിയാക്കുക, നെൻസോളി. അതിന് കുറഞ്ഞ് ഇന്നൊക്കെ പെട്ടെന്ന് വൃത്തിയാക്കാം. പറാച്ച് എന്ന് പറഞ്ഞാൽ അതങ്ങനെ കാത്തിരിക്കല്ലേ. ആരാ ചോദിക്കണം, ആരാ കരയുന്നത്, ആരാ തേടുന്നത്, ആരാ ആവശ്യപ്പെടുന്നത്, റിസ്ക്, ദോഷം കൊടുക്കാൻ, സ്വർഗം കൊടുക്കാൻ റെഡിയായിട്ട് നിൽക്കാണ് പഠിച്ചത്. ചോദ്യാണ്ട് വെച്ചു കൊടുത്താൽ മതി. അതുകൊണ്ട് 2 അമല് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നേരം വൈകോ? 10 മിനിറ്റ് കൊണ്ട് 2 അമല്. 10 മണി, ഒരു 10 മിനിറ്റ് കൂടി പറഞ്ഞു. സമയം വൈകോ? ഒരു റെഡി ആയിട്ടിരിക്കണം. അല്ല 10 മിനിറ്റ് കൂടി ഞാൻ പറയാം. ഞാൻ നാളെ മദീന യാത്രന്റെ അടിയിലാണ്. പിന്നെ ഉദവി ഒരു കഴിവുണ്ട്. എന്താ പറയുക, പിടിച്ചാൽ പിന്നെ പിടിച്ച് മൂപ്പര് ഇവിടെ എത്തിക്കും. അതിനുള്ള എല്ലാ തന്ത്രം അള്ള കേരളത്തെ കൊടുത്ത ഒരു മോഫക്കായ മനുഷ്യനാണ് ഇരിക്കുന്നത്. ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഉപ്പർ ഉണ്ടാക്കും. അങ്ങനെ ഞാൻ ഇന്ന് മാറ്റി വെച്ചൊരു ഡേറ്റ് എന്താ വെച്ചാൽ ഇന്ന് മാത്രമേ എനിക്ക് റെസ്റ്റ് ഉള്ളൂ, ഒരു 3-4 മാസത്തിൻ്റെ ഇടയിൽ. അത് ഇന്ന് പോകാൻ ഞങ്ങളെത്തും, നാളെ മദീനത്തേക്ക് പോവാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഡേറ്റ് മാറ്റുമല്ലോ. പക്ഷെ അത് പുള്ളിക്കാരൻ കുറിച്ച് വാങ്ങി. അതിന് എന്തെല്ലാം താഴ്മന്റെ ഭാഷയാണ് ഉപയോഗിച്ചത് നിങ്ങൾ ഏത് മനുഷ്യനും ഗുണവും. അപ്പൊ അദ്ദേഹത്തിനോടുള്ളൊരു കടപ്പാടും കൂടിയാണ് ഞാൻ വന്നത്. അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സോടെ നല്ല പ്രഭാഷകനാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ സ്വരത്തിലൊക്കെ ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഞങ്ങൾക്കൊക്കെ അള്ളാഹു ആഫിയത്തോടെ ഇഖ്ലാസോടെ ദഅവത്ത് നടത്താനുള്ള തൗഫീഖ് അള്ളാഹു നീട്ടി തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഒന്ന് ഇത് സ്വലാത്തിന്റെ മാസമാണ്. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന. ആ ആയത്ത് ഇറങ്ങിയത് ഈ മാസത്തിലാണ്. ഇന്ന് രാത്രി തന്നെ ഒരു 100 സ്വലാത്തെങ്കിലും ചുരുങ്ങിയിട്ട് ചൊല്ലണം, എന്നിട്ട് കിടക്കണം. ഇപ്പൊ ചൊല്ലിക്കണം. അൽഹംദുലില്ലാഹ്. ഇനി പൊരയൊക്കെ പോകുമ്പോഴും കിടക്കുമ്പോഴാണ് ചൊല്ലികളി. അൽഹംദുലില്ലാഹ്. അതോടുകൂടി ഇന്ന് ചെല്ലാൻ വേറെ ദിക്റുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അവ്വലുഹു തഹ്ലീൽ, ഔസതുഹു തസ്ബീഹ്, ആഖിറുഹു ഇഅ്തിറാഫുൻ വസ്തിഗ്ഫാറുൻ മുഹമ്മദ് മുസ്തഫ. ആ ദിക്റിന്റെ പ്രത്യേകത അത് തുടങ്ങുന്ന തഹ്ലീലാണ്, ലാ ഇലാഹ ഇല്ലാ അൻത. മധ്യത്തിലുള്ള തസ്ബീഹാണ് സുബ്ഹാനക.
അവസാനമുള്ളത് ഇഅ്തിറാഫ്, അള്ളാഹിനോട് സമ്മതിക്കുകയാണ് തെറ്റുകൾ. അതിൽ ഇസ്തിഗ്ഫാറുണ്ട്, ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽപ്പെട്ട ആൾ തന്നെയാണ് എന്ന് സമ്മതിക്കുകയാണ്. അപ്പൊ എനിക്ക് പുറത്തുണ്ടാകുന്ന കൂടി അതിലിട്ട്. അപ്പൊ ഇഅ്തിറാഫ് ഉണ്ട്, ഇസ്തിഗ്ഫാർ അത് കുറച്ച് നമുക്ക് ചെല്ലണം. അതോടുകൂടി ഇസ്തിഗ്ഫാർ. പിന്നെ ഒരു പണി ചെയ്യാണ്ട്, അതുകൂടി ഞാൻ പറയട്ടെ. എന്താ നിങ്ങളൊന്നും മൂളാത്തത്? ഈ കൈ ഇങ്ങോട്ട് പൊക്കുക, പോക്കറ്റ് കണ്ടിട്ട് ചോദിക്കണം പൈസ ഉണ്ട്. എനിക്കല്ല, നിങ്ങളെ നാട്ടില് എനിക്കെന്താ ഞങ്ങളെ പൈസ? ഈ മദ്രസ പഠിത്തമുണ്ടാക്കിയ എന്താ ഇവിടെ പൈസക്ക് എന്താ ആവശ്യമാണ്? എന്താ ഇവിടെ മതിലിട്ടില്ല, അതിന് എത്ര ബഡ്ജറ്റ്? ഓ 7 ലക്ഷത്തിന് ചെയ്തരാന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാരും കൂടി ചെയ്യണം. എന്നാലും ഇവിടെ ഒരു ഭദ്രത ഉണ്ട്. കുറച്ച് പൈസ ഇപ്പൊ പോക്കറ്റിൽ കൈയിടണ്ട, വാഗ്ദാനം ചെയ്താൽ മതി. ആ ബനോ ഇസ്രായേൽക്കാരൻ വാങ്ങിയ പൈസ അള്ള കൊടുത്ത പോലെ കണ്ടില്ല, അള്ളാനെ ഏൽപ്പിച്ചാൽ സദഖ കൊടുത്തിട്ട് പൈസ പറയില്ല മുഹമ്മദ് മുസ്തഫ. അത് എങ്ങനെങ്കിലൊക്കെ ആയിട്ട് അള്ളങ്ങോട്ട് തരും. മാത്രല്ല ഈ ബറാത്തിറാവിൽ ഇത്തക്കുന്നാറ ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും നരകത്തിൽ സൂക്ഷിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങളിപ്പോ മനസ്സിലെച്ചോളി, ഈ ഹദീസിനെ കോടാനക്കോടികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഈ രാത്രിയിൽ എനിക്ക് തന്ന പൈസയിൽ ഇത്ര ഒന്ന് ആ 7.5 ലക്ഷത്തിലേക്ക് ഞാൻ ഓഫർ ചെയ്യാം. അല്ലാഹുവേ, അതിൻ്റെ ബർക്കത്തുണ്ട്. ഒരു കാരക്കൻ്റെ ചീളുണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കാമെന്നല്ല നിന്റെ ഹബീബ് പറഞ്ഞത്. അതിനൊരു 10,000 കൊണ്ട് ഞാനിത് സ്വാഗതം ചെയ്യണം. എനിക്കെൻ്റെ കൽബ് നന്നാണ്, എൻ്റെ ആക്കബത്ത് നന്നാണ്, എനിക്കും കെട്ടിയോൾക്കും കുട്ടികൾക്കും ഒക്കെ സ്വർഗം കിട്ടണം എന്ന നിയ്യത്തങ്ങൾ വെച്ചോളെ. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഈ രാത്രി വെറുതെ ആക്കല്ലേ. സഹാബാക്കളുടെ ആവേശങ്ങൾ നോക്കൂ. അബൂദർദാ റളിയല്ലാഹു അൻഹു, അബൂദർദാ അല്ല അബൂദർദാ, മുത്തനബിന്റെ കൂടെ പള്ളിയിലിരിക്കുക. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, ഫമൻ യുക്രിദുല്ലാഹ ഖർളൻ ഹസന എന്ന ആയത്ത്. ഞാൻ ദീർഘമായി വാഴ പറഞ്ഞാൽ ഞാൻ വളരെ ക്ഷണിതനാണ്. ഈ ആയത്ത് ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് മുത്തനബി അർത്ഥം വെച്ചു, അള്ളാഹ് ആരെങ്കിലും കടം കൊടുത്താൽ പടച്ചവന് 10 മടങ്ങ് തിരിച്ചു നൽകും. അബൂദർദായിന് ഒരു സംശയം മാത്രമേ ഉണ്ടായുള്ളൂ, മുത്തുനബിയേ, അള്ളാഹ്ക്ക് കടം കൊടുക്കാൻ പറ്റുമോ യാ റസൂലല്ലാഹ്? പൈസയും സമ്പത്തും സന്താനങ്ങളും നമ്മുടെ തടി തന്നെയും അള്ളാഹ് തന്നതല്ലേ. അള്ളാഹിൻ്റെതല്ലാത്ത എന്തെങ്കിലും ഒന്ന് നമ്മുടേതുണ്ടോ നബിയേ? പിന്നെ അള്ളാഹ്ക്ക് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വിവക്ഷ എന്താ? മുസ്തഫ നബി പ്രിയങ്കരനായ ശിഷ്യൻ അബൂദർദായിനോട് പറഞ്ഞു, അബൂദർദായേ, അള്ളാഹ്ക്ക് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പടച്ചവൻ നൽകിയ പൈസ അള്ളാഹിന്റെ മാർഗത്തിലായി സ്വതക്ക കൊടുക്കലാ. അത് അള്ളാഹ്ക്ക് കടം കൊടുക്കും പോലെയാ. അത് കൊടുത്തോനെ പടച്ചവന് 10 മടങ്ങ് പരലോകത്ത് തിരിച്ചു നൽകുന്നതാ, ദുനിയാവിലും നൽകുന്നതാണ് അബൂദർദാ. ആ സമയത്ത് മദീനയിലെ ഏറ്റവും മനോഹരമായ കൊട്ടാരവും ഹടാതാകർഷിക്കുന്ന ഉദ്യാനവും തോട്ടവും അബൂദർദാ എന്ന സ്വഹാബിയുടേതാ. വലിയ ഈത്തപ്പഴത്തോട്ടമാ. 600 മരങ്ങൾ ഈത്തപ്പഴം പൂത്തു നിൽക്കുന്ന സമയത്താണ് ഈ ആയത്തിറങ്ങുന്നത്. ഇടതൂർന്ന് നിൽക്കുന്ന 600 മരങ്ങളിൽ ഈത്തപ്പഴം പൂത്തു നിൽക്കുകയാ. അതിന്റെ ഒരു ഭാഗത്താണ് മഹാനവരുടെ കൊട്ടാര സദൃശമായ വീടുള്ളത്. അതിന്റെ അടിഭാഗങ്ങളിലൂടെ കളകളാരവും മുഴക്കി ഒഴുകുന്ന ഒരു അരുവിയുമുണ്ട്. അതുകൊണ്ട് മദീനയിലേക്ക് വരുന്ന മുഴുവൻ ആളുകളും മണിക്കൂറുകളോളം പലപ്പോഴും അബൂദർദായിന്റെ തോട്ടവും വീടും ഈ പുഴയിൽ നോക്കി നിൽക്കലും പതിവാണ്. കോടികൾ വില പറഞ്ഞിട്ട് കൊടുക്കാത്ത തോട്ടമാണ്. 600 മരങ്ങളിലും ഈത്തപ്പഴം കൊലച്ചു നിൽക്കുന്ന ചൂടുള്ള സമയത്ത് ഇറങ്ങുന്ന ആയത്താണ്. അല്ലാഹ്
അള്ളാന്റെ മാർഗത്തിലായി പടച്ചവൻ നൽകിയത് സ്വതക്ക നൽകിയ 10 മടങ്ങ് പരലോകത്ത് പാരിതോഷികമായി പടച്ചവൻ തിരിച്ചു സമർപ്പിക്കുന്നതാണ്, ദുനിയാവിലും സുരക്ഷിതത്വം നൽകുന്നതാണെന്ന് തലയിലേക്ക് അങ്ങ് ധരിപ്പിക്കേറിയപ്പോൾ ഞൊടിയിടയിൽ സടകുടഞ്ഞെഴുന്നേറ്റ് അബൂ ദർദാ പറയുകയാണ്, യാ എനിക്കുള്ള 600 മരങ്ങളിൽ പൂത്തു നിൽക്കുന്ന ഈത്തപ്പഴം അടങ്ങിയ തോട്ടമില്ലേ, കോടികൾ വില പറഞ്ഞിട്ട് കൊടുക്കാത്ത തോട്ടമില്ലേ, അതിലല്ലേ എന്റെ കൊട്ടാരമുള്ളത്, എന്റെ കെട്ടിയവളും കുട്ടികളും പാർക്കുന്നത്. ആ തോട്ടവും വീടോ ഞാൻ മദീനയിലെ പാപങ്ങൾക്ക് സ്വതക്കയാക്കിയിട്ടുണ്ട് നബിയേ. പകരമായി പാപപ്പെട്ട അബൂ ദർദാവിന് സ്വർഗത്തിൽ കൊട്ടാരം വാങ്ങിത്തരുമോ നബിയേ, ഉദ്യാനം വാങ്ങിത്തരുമോ നബിയേ. ഐനുർ റഹ്മത്തിന്റെ കൺകുടിയിൽ നിന്ന് കവിൾത്തടങ്ങളിലൂടെ ബാഷ്പം ചാലിട്ടൊഴുകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഈമാനിക ആവേശം കൊണ്ട് ഉള്ളത് മുഴുവനും സദഖ നൽകാൻ പ്രഖ്യാപനം നടത്തിയ ഈ സ്വഹാബിക്ക് വേണ്ടി ദുആ നടത്തുകയാ. ആമീൻ പറഞ്ഞുകൊണ്ട് അബൂ ദർദാ തന്റെ വീട്ടിലേക്ക് ഓടുകയാ. വീട്ടിലെത്തിയ സമയത്ത് തന്റെ വീട്ടിൽ പിച്ച വെച്ച് വളരുന്ന കൊച്ചുമക്കള് കാറ്റടിച്ച സമയത്ത് മരത്തിൽ നിന്ന് വീണ ഈത്തപ്പഴങ്ങൾ ചവച്ചരച്ചു കൊണ്ടിരിക്കുകയാ. കൊച്ചുമക്കള് ചവച്ചരക്കുന്ന ഈത്തപ്പഴം തന്റെ തൊടയിൽ മക്കളെ ഇരുത്തിയിട്ട് വായിൽ കൈയിട്ടുകൊണ്ട് അബൂ ദർദാ പുറത്ത് കളയുകയാ. മക്കൾ വാവിട്ട് കരയുകയാ. ഭാര്യ വന്നു നോക്കിയപ്പോൾ കടുങ്കയാണ് അബൂ ദർദാ ചെയ്യുന്നത്. എട്ടും പൊട്ടും തിരിയാത്ത മക്കളോ. ആ മക്കളുടെ വായിൽ കൈയിട്ടുകൊണ്ട് ചവച്ചരക്കുന്ന ഈത്തപ്പഴം പുറത്തേക്ക് വലിച്ചിടുകയാ. എന്താ മനുഷ്യ നിങ്ങൾ ചെയ്യുന്നത്? അത് കൊച്ചുമക്കളല്ലേ, അവർ ഈത്തപ്പഴം തിന്നോട്ടെ. അപ്പോഴാണ് അബൂ ദർദാ പറഞ്ഞത്, മോളെ മക്കളെടുത്ത് ഇറങ്ങിക്കോ, ഇത് ഇന്ന് മുതൽ നമ്മുടെ തോട്ടമല്ല, നമ്മുടെ മരങ്ങളല്ല, നമ്മുടെ പഴങ്ങളല്ല, ഈ വീട് ഇന്ന് മുതൽ നമ്മുടെ വീടല്ല, ഇതിന് പകരമായി സ്വർഗത്തിൽ തോട്ടം വാങ്ങിത്തരാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, വീട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദുനിയാവിന്റെ വീട് വേണ്ട എന്ന് ഞാൻ വെച്ചതാണെന്ന് പറഞ്ഞപ്പോ അബൂ ദർദാവിന്റെ ഭാര്യ മോഹാലസ്യപ്പെട്ടില്ല, നെഞ്ഞത്തടിച്ചില്ല, ആർത്തട്ടഹസിച്ചില്ല, തട്ടിക്കയറിയില്ല. കാരണം അവരുടെ തലയിലുള്ളത് ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികോ വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ അല്ലദീന യുൻഫിഖൂന ഫിസ് സറാഇ വൽ ളറാ. പടച്ചവൻ മാടി വിളിക്കുകയാ, പടച്ചവന്റെ മഗ്ഫിറത്തിലേക്ക്, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക്. ആ സ്വർഗത്തിലേക്ക് പോകുന്ന മുത്തഖീങ്ങളുടെ ലക്ഷണമെന്താ? സന്തോഷ സമയത്തും സന്താപ സമയത്തും ഉള്ളതിൽ നിന്ന് ചെലവഴിക്കുന്നവരാ. ആ അബൂ ദർദാവും ഭാര്യയും പോകുന്ന സ്വർഗത്തിലാ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പോവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ വീട് നിങ്ങൾ തരണ്ട, തെങ്ങും തോട്ടം തരണ്ട, ശരീരത്തിലുള്ള ആഭരണങ്ങൾ മൊത്തം ഊരിക്കൊടുത്തേക്കണ്ട. പക്ഷേ ഈ ഒരു 7.5 ലക്ഷത്തിലേക്ക് നിങ്ങളാൽ കഴിയുന്ന ഒരു വാഗ്ദാനം ഈ ബറാത്തിന്റെ രാവിൽ നിങ്ങളുടെ നാട്ടിലുള്ള ഈ പണിക്ക് വേണ്ടി പരലോകമോർത്തുകൊണ്ട്, മരണമോർത്തുകൊണ്ട്, ഖബറോർത്തുകൊണ്ട്, കത്തിക്കാളുന്ന നരകമോർത്തുകൊണ്ട്, ആ മരണം സ്വർഗം കണ്ട് ചിരിച്ച് കിളിമുറക്കം ചൊല്ലി സന്തോഷത്തോടെയാവാൻ, ഖബർ മണ്ണറ മണിയറയാവാൻ, നാളത്തെ തറവാട് വിശാലമായ പാലാറ് വീഞ്ഞാറ് കളകളാരവ മുഴക്കിയൊഴുകുന്ന സ്വർഗമാവാൻ ഈ ബറാത്തിന്റെ രാവിൽ നല്ല നിയ്യത്തോടുകൂടി ഇതിലേക്കൊരു 10,000 തരാൻ പറ്റുന്ന ഒരാള്, കച്ചവടക്കാരനാണെങ്കിലും പ്രവാസിയാണെങ്കിലും ഉദ്യോഗസ്ഥനാണെങ്കിലും അധ്യാപകനാണെങ്കിലും പഠിതാവാണെങ്കിലും കർഷകനാണെങ്കിലും പണിക്കാരനാണെങ്കിലും ആരാലും വേണ്ടില്ല, പടച്ചവനെ ഈ ബറാത്ത് രാവിൽ എന്റെ സമ്പത്തിൽ ബറക്കത്ത് കിട്ടാൻ, എന്റെ ആരോഗ്യത്തിൽ ബറക്കത്ത് കിട്ടാൻ, എന്റെ കുടുംബത്തിൽ ബറക്കത്ത് കിട്ടാൻ, എനിക്ക് മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാൻ, ആ 7 ലക്ഷത്തിലേക്ക് എനിക്കുള്ളൊരു 10,000 നീ തന്നത് ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ ഒന്ന് കൈപ്പറ്റിയ പ്രിയപ്പെട്ടവരെ സ്വലാത്ത് ചൊല്ലിയിട്ട് നോക്കുകയാണ്. ഒരാൾ ആദ്യം ഒന്ന് കൈപ്പൊക്കെ. ഹനീഫ് ഹാജി 15,000, ഭാര്യ 10,000, അങ്ങനെ 25,000 ചെല്ലിയ 3 സ്വലാത്ത്.
പഠിച്ചവനെ ഹനീഫ് ഹാജി 15,000, അദ്ദേഹത്തിൻ്റെ ഭാര്യ 10,000. അവനൊരു കുടുംബത്തിൽ നിന്ന് 25,000 കിട്ടിയിരിക്കുക. ഞാൻ 10,000 ചോദിച്ചത്. അപ്പം തന്നത് പഠിച്ചവനെ ഇരട്ടിയാണ്. നിന്റെ ഖജനാവ് വലിയതല്ലേ, വറാത്തരാവാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ സലാത്തൻ തർസുഖനാ ബിഹാ റിസ്ഖൻ ഹലാലൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. യാ അല്ലാഹ്, പഠിച്ചവനെ അദ്ദേഹത്തിന് ഈ തന്നതിൻ്റെ 10 മടങ്ങ് 25,000 ദുനിയാവിൽ നീ തിരിച്ചു നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിൻ്റെ മുറാദ് എന്താണോ അത് ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിനെയും കുടുംബത്തെയും ഞങ്ങളെയും കുടുംബത്തെയും പാലാറ് വീഞ്ഞാറ് തേനാറ് കളകളാറ് മുഴക്കി ഒഴുകുന്ന സ്വർഗത്തിലെ തോട്ടത്തിലും പട്ടണത്തിലും കൊട്ടാരത്തിലും ആക്കണേ അല്ലാഹ്. അത് മുത്തുനബിയുടെ ജിവാറിലാക്കണേ അല്ലാഹ്. മാരക രോഗങ്ങളിൽ നിന്ന്, മരണങ്ങളിൽ നിന്ന്, കടങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. കുടുംബത്തെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെയും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. 10,000 തരാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കോ. ഈ സദസ്സ് വളരെ ചെറിയ സദസ്സാണ്. ഉള്ള ആളുകളൊന്ന് സഹകരിക്കുകയും ഒരു 10,000 വാഗ്ദാനം ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും 2-3 ആളും കൂടി ഒന്ന് കൈപ്പൊക്കോ. 10,000 വാഗ്ദാനം ചെയ്യാൻ പറ്റുന്ന, ഇപ്പം കൊടുക്കണ്ട, പിന്നെ കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. 50. ബഹുമാനപ്പെട്ട യൂസുഫ് ഹാജി 50,000 അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് സുഭിക്ഷ ഭക്ഷണം കഴിച്ചത്. മട്ടൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, പത്തിരി ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു. തീറ്റിച്ചിട്ട് അൽഹംദുലില്ലാഹ് നല്ല ആതിഥേയത്വ മര്യാദ ഉള്ള ഒരാൾ. അല്ലാഹു ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. 10,000 ചോദിച്ചപ്പോൾ 5 മടങ്ങ് കൂട്ടി തന്നു. 3 സ്വലാത്ത് ഉറക്കെ മനസ്സറിഞ്ഞിട്ട് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة ترزقنا بها رزقا حلالا طيبا مباركا فيه يا الله. പ്രിയങ്കരനായ യൂസുഫ് ഹാജി പടച്ചവനെ 50,000 10,000 ചോദിച്ച സമയത്ത് വാഗ്ദാനം നൽകിയത്. അദ്ദേഹത്തിന് പൈസ കൊടുത്തത് നീയാ, തരാനുള്ള മനസ്സ് കൊടുത്തത് നീയാണ്. നീ സ്വീകരിക്കുകയും ചെയ്യണേ അല്ലാഹ്. ജാരിയായ സദഖയായി സ്വീകരിക്കണേ അല്ലാഹ്. ജാരിയായ സദഖുള്ള ആനുകൂല്യങ്ങളൊക്കെ ഹാജിക്കാക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അത് ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാഹ്. സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. സന്താനങ്ങളിലെ സന്തോഷം നൽകണേ അല്ലാഹ്. കുടുംബത്തിൽ സംതൃപ്തി നൽകണേ അല്ലാഹ്. ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ബിൻ നബിയിൽ മുസ്തഫ. അദ്ദേഹത്തിന്റെ ഭാര്യ 2 ആഴ്ച മുമ്പ് ഇവിടെ പറഞ്ഞു. ബാപ്പി മനുഷ്യനാണ്. വർഷനെ 10,000 വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഇതിന്റെ സവാബ് ആ ബാപ്പന്റെയും ആ സഹധർമ്മണിന്റെ ഹദറത്തിൽ എത്തിച്ച് അവരുടെ ഖബറിനെ സന്തോഷമായി കൊടുക്കണേ അല്ലാഹ്. സൗഗന്ധികമാക്കി കൊടുക്കണേ അല്ലാഹ്. അനുഗ്രഹത്തിന്റെ ആരാമമാക്കി കൊടുക്കണേ അല്ലാഹ്. കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ സദഖയുടെ സവാബിന്റെ സുഗന്ധം ഈ സ്പോട്ടിൽ തന്നെ ഖബറിൽ എത്തിക്കണേ അല്ലാഹ്. വല്ല അദാബ് നിന്റെ അധികാരം കൊണ്ട് കൊടുത്തെങ്കിൽ ഔദാര്യം കൊണ്ട് പിൻവലിക്കണേ അല്ലാഹ്. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് ഈ 10,000 അദ്ദേഹത്തിൽ നിന്ന് ജാരിയായ സദഖയായി സ്വീകരിക്കണേ അല്ലാഹ്. ഏറ്റി ആയിരങ്ങൾ ദുനിയാവിലും ആഖിറത്തിൽ കുടുംബസമേതം സ്വർഗവും കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും നൽകണേ അല്ലാഹ്. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരാ വാഗ്ദാനം ചെയ്യാനുള്ളത്? ഒന്ന് കൈപ്പൊക്കോ. അൽഹംദുലില്ലാഹ്. ഞങ്ങളെ പേരെന്താ?
സുലൈമാൻ എന്ന സഹോദരൻ 10,000. പടച്ചവനെ നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് സലാത്തൻ തർസുഖനാ ബിഹാ റിസ്ഖൻ ഹലാലൻ തയ്യിബൻ മുബാറകൻ ഫീഹി യാ അല്ലാഹ്. അല്ലാഹുവേ, സുലൈമാൻ എന്ന സഹോദരൻ 10,000 വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. ഖൈറും ബർക്കത്തും ചെയ്യണേ അല്ലാഹ്. ജാരിയ സ്വതക്കയാക്കണേ അല്ലാഹ്. ഈ ബറാത്തിരാവിന്റെ ബർക്കത്ത് കൊണ്ട് അവർ തന്നതിന്റെ 10 മടങ്ങ് ദുനിയാവിൽ ഹലാലായ സമ്പത്ത് കൊടുക്കണേ അല്ലാഹ്. തലമുറയെയും അദ്ദേഹത്തെ കുടുംബത്തെയും ഞങ്ങളെയും സ്വർഗത്തിലാക്കി തരണേ അല്ലാഹ്. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന്, മാരണങ്ങളിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്ന്, പെടുന്നതിൽ മരണങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഇനി ആരാ 10,000 തരാൻ പറ്റുന്നവരൊന്ന് കൈപ്പൊക്കോ. അവിടെ പെണ്ണുങ്ങൾ കൈപ്പൊക്കൊണ്ട്. അവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ? സംഘാടകരാരും ഇല്ല അവിടെ? സംഘാടകരുണ്ടോ? അവിടെ സംഘാടകരുണ്ട്. അവർ പറയണം അവിടെ കൈപ്പൊക്കുന്നതായി തോന്നുന്നു. ആരാ വേം പറയും. ഇനി 10,000 പറ്റുന്ന എത്ര ആളുണ്ട് ഒന്ന് പറയാം. ആണുങ്ങളെ കൂട്ടത്തിൽ ഈ ആരെങ്കിലും ഉണ്ടോ? ഒരു 10,000 തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്നുണ്ടെങ്കിൽ പറയും. ഇൻഷാല്ലാഹ് ഒന്ന് കൈപ്പൊക്കി. 10,000 തരാൻ പറ്റുന്ന ഏതെങ്കിലും ആളുകൾ ആണുങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കി. ഇൻഷാല്ലാഹ്. ആരുമില്ല. ഒരു 10,000 തരാൻ പറ്റുന്ന ആരുമില്ല. പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയിക്കും ഇങ്ങോട്ട്. ഇൻഷാല്ലാഹ് ദ്വാരക്കാൻ പോകണം. വേം പറയാം. ദ്വാരക്കാൻ പോകണ്ട. 10:30 മണിയായി. വേം പറയാം. നിങ്ങൾ 7 മണിക്ക് എത്താൻ തുടങ്ങിയാണ്. ഞാൻ 9 മുമ്പ് എത്തിയിട്ടുണ്ട്. 10:30 മണിയായി. ഇപ്പോൾ ചെയ്താരാ ചെയ്യാൻ അള്ളാഹു കബൂലാക്കട്ടെ. ജാരിയ സ്വതക്കയ ചെയ്യിക്കട്ടെ. അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയായി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ അകറ്റി കൊടുക്കട്ടെ. എത്ര ആള് പെണ്ണുങ്ങൾ എത്ര ആളായി ഒന്ന് വേം പറയാം. പെണ്ണുങ്ങൾ എത്ര ആളായി എന്ന് പറയാം. പെണ്ണുങ്ങൾ എത്ര ആളായി എന്ന് പറയാം. ആള് വരുന്നുണ്ട്. വേം പറയാം. എത്ര ആളായി? എന്തെങ്കിലും ആഭരണം ഊരിത്തിരണേ തന്നോളി. അല്ലെന്തെങ്കിലും മോതിരത്തിന്റെ പൊട്ടോ ചിറ്റോ എന്തായാലും കുഴപ്പമില്ല. നമുക്ക് തരാൻ പറ്റുന്ന അതാണ് അത് തരും. അൽഹംദുലില്ലാഹ്. ബാപ്പാക്ക് ഉമ്മാക്ക് ദ്വാരക്കാൻ ഒരു മോതിരം ഒരു സഹോദരി ഊരി തന്നിട്ടുണ്ടതാ. ഒരാളൊരു മോതിരം ഒരു സഹോദരി ഊരി തന്നിട്ടുണ്ട്. ബാപ്പയ്ക്ക് നമുക്ക് ദ്വാരക്കാൻ ഒരു 3 സ്വലാത്ത് ഉറക്കെ ചൊല്ലിക്കാൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة ترزقنا بها رزقا حلالا طيبا مباركا فيه يا الله. പൊന്നിന് വില കുതിച്ചു ചാടുന്ന സമയത്ത് കബറിൽ കിടക്കുന്ന വാപ്പയും ഉമ്മയോർത്തുകൊണ്ടൊരു സഹോദരന് മോതിരം ഊരി തന്നിരിക്കുകയാണ്. അല്ലാഹുവേ, വാപ്പങ്ങളുടെ വാപ്പയ്ക്ക് ഉമ്മക്ക് ഇതിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരിരുവരുടെയും കബറുകളിനെ വിശാലമാക്കണേ അല്ലാ. സ്വർഗീയമായ റൈഹാൻ കൊണ്ട് ധന്യമാക്കണേ അല്ലാ. പ്രഭാപൂരിതമായ കബറാക്കണേ അല്ലാ. പ്രവിശാലമുള്ള കബറാക്കണേ അല്ലാ. കബർ സ്വർഗതുല്യമാക്കണേ അല്ലാ. ആ പെങ്ങൾക്ക് ഏത് പെങ്ങളാണ് ഏത് വിരലിൽ നിന്നാണ് ഓരിയതെങ്കിൽ നാളെ സ്വർഗീയ ആഭരണ വിഭൂഷിതയായി പാട്ടുപാടി ഖദീജ ഉമ്മന്റെ ആയിഷ ഉമ്മന്റെ കൂടെ വിരസുന്ന പെങ്ങളാക്കണേ അല്ലാ. മിൻ നബിയിൽ മുസ്തഫ. ബാപ്പ ഉമ്മ ജ്യേഷ്ഠന്റെ മോൻ എന്നിവർക്ക് ദ്വാരക്കാൻ കമ്മിറ്റി മെമ്പറാണ് റഫീഖ് സാഹിബ്. 10,000 രൂപ അള്ളാഹു കബൂലാക്കട്ടെ. പടച്ചവനെ, അവരുടെ വാപ്പക്ക് ഇതിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഉമ്മക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ജ്യേഷ്ഠന്റെ മകനെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബറുകൾ പ്രവിശാലമാക്കണേ അല്ലാ. ഈ 10,000 റഫീഖ് സാഹിബിൽ നിന്ന് ജാരിയത്തായ സദഖയായി സ്വീകരിക്കണേ അല്ലാ. ആ സദഖയുടെ കാവൽ ഇരുലോകത്തും പ്രദാനം നൽകണേ അല്ലാ. ബിൻ നബിയിൽ മുസ്തഫ. النبي حاضر يعلم علم اليقين أن رب العالمين فرضا صلى عليه أن رب العالمين فرضا صلى عليه
പടച്ചവനെ ആരൊക്കെയാ 10,000 എന്നത് അവസാനം റഫീഖ് അടക്കം പടച്ചവനെ നീ കബൂലാക്കണേ അല്ലാ. 25,000 തന്ന ഹനീഫാജി ഭാര്യ കബൂലാക്കണേ അല്ലാ. യൂസുഫ് ഹാജി 50,000 എന്നത് കബൂലാക്കണേ അല്ലാ. വേറെ ചില ആളുകൾ സുലൈമാൻ സാഹിബ് അടക്കം 10,000 നൽകിയിട്ടുണ്ട്. ഒരാൾ 5,000 നൽകിയിട്ടുണ്ട്. ഒരു പെങ്ങൾ സ്വർണ്ണ മോതിരം നൽകിയിട്ടുണ്ട്. നീ കബൂലാക്കണേ അല്ലാ. നബിയിൽ മുസ്തഫ സെക്രട്ടറി ഇബ്രാഹിം മാസ്റ്റർ 10,000 ദ്വാരക്ക അള്ളാഹു കബൂലാക്കട്ടെ. അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയായി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ അകറ്റി കൊടുക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. അവരുടെ സേവനത്തിലും അവരുടെ നേതൃത്വത്തിലും അവരുടെ സാന്നിധ്യത്തിലും ഒക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇബ്രാഹിം മാസ്റ്റർ 5,000 അള്ളാഹു കബൂലാക്കട്ടെ. ഉദ്ദേശങ്ങൾ പൂർത്തിയായി കൊടുക്കട്ടെ. പരേതനായ ഉമർ മുസ്ലിയാരുടെ മക്കൾ കൂടി 25,000 ബാപ്പയ്ക്ക് വേണ്ടി അള്ളാഹു ആ പ്രിയപ്പെട്ട ഉപ്പാന്റെ ഖബറിലേക്ക് 25,000 തവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. സലാം വൈസ് പ്രസിഡന്റ് 5,000 അള്ളാഹു കബൂലാക്കട്ടെ. അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയായി കൊടുക്കട്ടെ. അവരുടെ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കട്ടെ. ഇനി 5,000 തരാൻ പറ്റുന്ന എത്ര ആളുണ്ടെന്ന് കൈപ്പൊക്കോ? ഇസ്വാജിന്റെ അനിയൻ മജീദ് 10,000 വേറെ, അദ്ദേഹം 50,000 നേരത്തെ തന്നിട്ടുണ്ട്. ഇപ്പൊ അനിയന് ഒരു 10,000 തന്നിട്ടുണ്ട്. ആ കുടുംബത്തിന് അങ്ങനെ 60,000 കിട്ടിയത്. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹിന്റെ ഖജനാവ് അവർക്ക് ഏറ്റി കൊടുക്കട്ടെ. പടച്ചോന്റെ ഖജനാവിൽ നിന്ന് അവരുടെ സമ്പൽ സമൃദ്ധി അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. ആ അനുജൻ അള്ളാഹു ജാലിയ സദഖയായി സ്വീകരിക്കട്ടെ. അവരുടെ മുറാദുകൾ അള്ളാഹു വാസലായി കൊടുക്കട്ടെ. ഇനി 5,000 തരാൻ പറ്റുന്ന ആളുകൾക്കൊന്ന് കൈപ്പൊക്കോ. പെണ്ണുങ്ങളും ആണുങ്ങളും 5,000 പങ്കെടുക്കാൻ പറ്റും. നിങ്ങളുടെ നാട്ടിലുള്ള ദീനീ പരിപാടിക്ക് മാത്രമല്ല, നാളെ ആഖിറത്തിന് വേണ്ടി. ഇന്നത്തെ ബറാത്ത് രാവിലെ, ഇനി ഇങ്ങനെ ഒരു ബറാത്ത് രാവിലെ ഒരു വാദിന്റെ സാസ് അടുത്ത കൊല്ലം നമുക്ക് കിട്ടുമുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാവുക ഒന്നും പറയാൻ പറ്റൂല. ആഫിയത്തുള്ള ദീർഘായുസ്സൊക്കെ അള്ളാഹു നൽകാൻ, നല്ല നീയത്തോടു കൂടി മരിക്കുമ്പോൾ ഈമാൻ സലാമത്തായി മരിക്കാൻ ഒരു 5,000 കൊടുക്കാൻ പറ്റുന്നവരൊന്ന് കൈപ്പൊക്കിക്കേ. ആണും പെണ്ണും ഇൻഷാ അല്ലാഹ്. ആണുങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആദ്യം ഒരാൾ കൈപ്പൊക്കി. ട്രഷർ 5,000 അള്ളാഹു കബൂലാക്കട്ടെ. ബാപ്പ അമ്മോച്ചൻ പെങ്ങളൊക്കെ ഖബറിലാണ്. അള്ളാഹു തആല ഇതിന്റെ തവാബ് അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കട്ടെ. ഖബർ അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ. അള്ളാഹു എല്ലാവിധ റാഹത്തും ഖബറിൽ പ്രദാനം ചെയ്യട്ടെ. നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഇനി ആരാ? മൂസക്കുട്ടിയുടെ മകൻ സുലൈമാൻ 5,000 അള്ളാഹു കബൂലാക്കട്ടെ. അവരുടെ ഉദ്ദേശം പൂർത്തിയാക്കട്ടെ. അവിടെ 2 ആൾക്കാർ കൈപ്പൊക്കണം. അവിടെ എന്താ പേര്? സദ്ദീഖ് സാഹിബ് 5,000 അള്ളാഹു കബൂലാക്കട്ടെ. അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ അകറ്റി കൊടുക്കട്ടെ. എല്ലാവിധ ദുരന്തങ്ങളിൽ അള്ളാഹു അവർ നമ്മളെയും കാത്തുരക്ഷിക്കട്ടെ. ഇനി ആരാ 5,000 ഒന്ന് കൈപ്പൊക്കോ. 5,000 തരാൻ പറ്റുന്ന അവിടെ റഷീദ് അള്ളാഹു കബൂലാക്കട്ടെ. ജാരിയ സദഖയായി സ്വീകരിക്കട്ടെ. ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ അകറ്റട്ടെ. ഇനി ആരാണ് 5,000 തരാൻ പറ്റുന്നവരൊന്ന് കൈപ്പൊക്കോ. മായൻകുട്ടി 5,000 അള്ളാഹു കബൂലാക്കട്ടെ. അവരുടെ പ്രയാസങ്ങൾ ഒരാളെന്നെ സൺ ഓഫ്. ഞാൻ സൺ ഓഫ് കേട്ടിട്ടില്ല. അതാണ് ആയിക്കോട്ടെ. ഇനി ആരാളൊന്നും പറയാം. 5,000 തരാൻ പറ്റുന്ന ആരാളൊന്നും പറയാം. പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഒരു 5,000 വാഗ്ദാനം ചെയ്യാൻ പറ്റുന്ന ഒരു പേര് കൊടുക്കും. ഇൻഷാ അല്ലാഹ് ദ്വാരക്കാൻ പോകണം. പൈസ ഇപ്പം കൊടുക്കണ്ട, വാഗ്ദാനം ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് വഴി കൊടുത്താൽ മതി. തരാൻ പറ്റുന്ന ഏതെങ്കിലും സഹോദരിമാരുണ്ടെങ്കിൽ ഒന്ന് വാഗ്ദാനം ചെയ്യും. ഈ ബറാത്ത് രാവിലെ വെറുതെ ആവൂല. ഇൻഷാ അല്ലാഹ് വാഗ്ദാനം ചെയ്യും. ഇനി ആണുങ്ങളെ കൂട്ടത്തിൽ തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം പറയും. ഇൻഷാ അല്ലാഹ് സമയം ഒരുപാടായിട്ടുണ്ട്. എനിക്കും ദീർഘമായ യാത്രയാണ്. ഞാൻ ലക്കടിയാണ് കരുതിയിട്ടാണ് കുറച്ച് ലൈറ്റ് ആയത്. ലക്കടിയിൽ നിന്ന് ഒരുപാട് ഇങ്ങോട്ട് വരണം. 3-3.5 മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് വേണം അവിടെ എത്താൻ. അപ്പോൾ അതുകൊണ്ട് വേഗം തരും. നാളെ സുബഹിക്കും പ്രോഗ്രാമുണ്ട്, രാത്രിയും പരിപാടി ഉണ്ട്. അങ്ങനെ യാത്ര തന്നെയാണ്. വേഗം തരും. ആരാ ഉള്ളത്? വേഗം തരുമോ? ഒരു 5,000 വാഗ്ദാനം ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഇനി ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം തരും. ഇതൊന്നാണ് ലേലം വിളിച്ചത്. നിങ്ങളാണ് വിളിച്ചാൽ ഒരു പാക്ക് കോഴിമുട്ടയുണ്ട്. ഒരു 313 രൂപയ്ക്ക് ആരെങ്കിലും ഏറ്റെടുത്ത ഹെയറായിരുന്നു. 313 രൂപക്ക് സദക്കയുടെ മഹത്വമൊക്കെ പറഞ്ഞല്ലോ. ആരെങ്കിലും ഉണ്ടാവും? 313 രൂപ ബറാത്തിന്റെ രാവിലെ. മാഷാ അല്ലാഹ്. ഷാജഹാൻ
നെക്സ്റ്റ് ഒരു കോഴിമുട്ട കൂടി 313 രൂപ. ആരെങ്കിലും ഉണ്ടോ? കോഴിമുട്ടയുടെ വില ഒന്നും ഉണ്ടാവില്ല. ഒരു 313 രൂപ കൊടുത്ത് ഈ കോഴിമുട്ട ഏറ്റെടുക്കാൻ ഒരുപാട് ഉമ്മമാരുണ്ട്. ഒരു 313 രൂപ ഈ വറാച്ച രാവിലെ നിങ്ങൾ ചിലവാക്കാണ്. ഇതിൻ്റെ സവാബൊക്കെ ഉസ്താദ് പറഞ്ഞുവല്ലോ. ആരെങ്കിലും ഉണ്ടോ? ഒരു 313 മാഷാ അല്ലാ. രണ്ടാളുണ്ടോ? അടുത്ത ആൾക്കും 313 ഉണ്ട്. ഇനി 2 പാക്ക് ഈത്തപ്പഴാണ്. ഒരു 313 രൂപ. ആരെങ്കിലും ഉണ്ടോ? മാഷാ അല്ലാ. ഒരു സഹോദരൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു പാക്ക് കൂടി 313 രൂപ. ലാസ്റ്റ് പാക്കാണ് 313 രൂപക്ക്. ഇതുകൂടി ഏറ്റെടുത്ത ഹെയറായിരിക്കും. ആരെങ്കിലും ഉണ്ടോ? മുത്തുകുട്ടി പാപ്പാക്കും മരണപ്പെട്ടു പോയ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ മുത്തുകുട്ടി 5000 രൂപ. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. ലാസ്റ്റ് ഈ 313 രൂപക്ക് ഈ പാക്ക് ഈത്തപ്പഴം ഒരു ഉമ്മ ഏറ്റെടുക്കുകയാണെങ്കിൽ വളരെ റാഹത്തായിരുന്നു. സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്യും. ഒരു 313 രൂപ. കൂടുതൽ ഷിഫയുള്ള ഒരു പഴവർഗ്ഗം കൂടിയാണല്ലോ, പഴമാണല്ലോ ഈത്തപ്പഴം. 313 രൂപക്ക്. സലീന കെ 313. അൽഹംദുലില്ലാ. നമ്മൾ ചെല്ലിയൊക്കെ മനസ്സിൽ വെക്കുക ഇൻഷാ അല്ലാ. ഒന്ന് ദ്വാരന്ന് 2 മണിക്കൂറോളായി, 11 മണിൻ്റെ അടുത്തായി ഇൻഷാ അല്ലാ. ഞാൻ ബിരിയാണി പ്രായമുള്ള ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ നമ്മൾ പരിഗണിക്കണമല്ലോ. നല്ല തണുപ്പുള്ള സമയമാണ്. എന്നാ ചെറുതായിട്ട് അതാക്കുക. ദിക്റൊക്കെ നിങ്ങൾ ചെല്ലിയല്ലോ ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم لك الحمد ومنك الفرج وإليك المشتاق وأنت المستعان ولا حول ولا قوة إلا بالله العلي العظيم. حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنعل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة ترزقنا
بها رزقا حلالا طيبا مباركا فيه يا الله. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. اللهم صل على سيدنا محمد وآله وصحبه وسلم. أرحم الراحمين الملك الجبار റഹ്മാനായ റഹീമായ ഗഫൂറായ ശകൂറായ അലീമായ ഹലീമായ ഹയ്യായ ഖയ്യൂമായ തവ്വാബായ മന്നാനായ ദയ്യാനായ റസാഖായ വഹാബായ ഗഫാറായ സത്താറായ ശഅബാൻ മാസത്തിലാ അതിൻ്റെ പവിത്രതയുടെ കേന്ദ്രബിന്ദുവായ ശഅബാനിന്റെ 15-ാം രാവായ ബറാഅത്തിന്റെ ബറക്കത്തിന്റെ റഹ്മത്തിന്റെ ഉഫ്റാന്റെ രാത്രിയിലാ, സക്കിന്റെ രാത്രിയിലാ. ഞങ്ങൾ പാവങ്ങളാ, അതിലേറെ പാപികളാ, ഞങ്ങൾ രോഗികളാ, ഞങ്ങൾ ബലഹീനരാണ്. അല്ലാഹുവേ, ഇതിൽ ചെറിയ കുട്ടികളുണ്ട്, അവർ തെറ്റ് ചെയ്യൂല. പ്രായമുള്ളവരുണ്ട്, അവർക്ക് തെറ്റ് ചെയ്യാൻ കഴിയുകയുമില്ല. ഞങ്ങൾ ഈ രാത്രിയിൽ ഈ സ്വർഗീയമായ ഉദ്യാനമെന്ന് നീ വിശേഷിപ്പിച്ചിട്ടുള്ള നിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുള്ള മജ്ലിസുൽ ഇൽമിൽ വെച്ചുകൊണ്ട് സ്വതഖ ചെയ്ത് സ്വലാത്ത് ചൊല്ലി ഒരുപാട് പ്രതീക്ഷയിൽ നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ രാത്രിയിൽ നീ ഏതെല്ലാം ലക്ഷങ്ങളുടെ ദുആ സ്വീകരിച്ച് അവർ ചോദിക്കുന്നതൊക്കെ നീ കൊടുക്കുമല്ലോ അല്ലാഹ്. ആ പട്ടികയിൽ പാവങ്ങളെ പെടുത്തണേ അല്ലാഹ്. നിന്റെ ഔദാര്യം കൊണ്ട് അർഹത കൊണ്ട് കൊടുത്തണേ അല്ലാഹ്. ഞങ്ങളെ അർഹത കൊണ്ടല്ല, നിന്റെ അധികാരം കൊണ്ട് അർഹത കൊണ്ട് കൊടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ രാത്രിയിൽ ഞങ്ങൾ നീ ചേർത്തി പിടിക്കണേ അല്ലാഹ്. നിന്റെ റിദ്വാനിലേക്ക്, റഹ്മത്തിലേക്ക്, ബറക്കത്തിലേക്ക്, മഗ്ഫിറത്തിലേക്ക് ചേർത്തി തരണേ അല്ലാഹ്. നിന്റെ ജന്നത്തിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ അല്ലാഹ്. ഇവിടെ ഇവര് സൂറത്ത് യാസീൻ ഓതിയിട്ടുണ്ട്. ഞങ്ങൾ വരുമ്പോൾ വഴിയിൽ നിന്ന് ഓതിയിട്ടുണ്ട്. മഹ്റജ് വല്ലതും തെറ്റിയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെടണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരും ഓതിയ സൂറത്ത് യാസീനെ, ചൊല്ലിയ ദിക്റുകള്, ചൊല്ലിയ സലാത്തുകള് ഇവിടെ 50,000 തന്നവരുണ്ട്, 25,000 തന്നവരുണ്ട്, 10,000 തന്നവരുണ്ട്, 5,000 കൊണ്ട് പങ്കെടുത്തവരുണ്ട്, ചെറുതും വലുതുമായ സംഭാവനകളെ കൊണ്ട് പങ്കാളിത്തം സമർപ്പിച്ചവരുണ്ട്. എല്ലാം നീ ജാരിയായ സദഖയായി സ്വീകരിക്കണേ അല്ലാഹ്. ആ സദഖയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഇതിന്റെ നവാബിനിന്റെ അഹമായ അക്രമായ അണലമായ അൻവറായ ഞങ്ങളുടെ ഷഫീആയ ഉലകത്തിന്റെ മുത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിൽ ഈ രാത്രിയിൽ എത്തിക്കണേ അല്ലാഹ്. മദീനയുടെ മദദ് നൽകണേ അല്ലാഹ്. മദീനയുടെ ലൈക്ക് നൽകണേ അല്ലാഹ്. മദീനയുടെ റഹ്മത്ത് നൽകണേ അല്ലാഹ്. മദീനയുടെ ഷഫാഅത്ത് നൽകണേ അല്ലാഹ്. മദീനയുടെ നദർ നൽകണേ അല്ലാഹ്. മദീനയുടെ യദ് നൽകണേ അല്ലാഹ്. മദീനയുടെ മഹബത്ത് നൽകണേ അല്ലാഹ്. മദീനയുടെ മദ്ഹ് നൽകണേ അല്ലാഹ്. മദീനയുടെ മധുരം നൽകണേ അല്ലാഹ്. മദീനയുടെ മദദ് നൽകണേ അല്ലാഹ്. മദീനയുടെ സലാമത്ത് നൽകണേ അല്ലാഹ്. മദീനയുടെ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. മദീനയുടെ അനുഭൂതി നൽകണേ അല്ലാഹ്. ഈ സദസ്സ് മദീനയിലേക്ക് ഈ രാവിൽ കാണിക്കയാക്കണേ അല്ലാഹ്. മറ്റ് അമ്പിയാക്കൾ മുർസലീങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ അസ്ഹാബ്, അസ്വാജ്, ആല്, അഹ്ലു ബൈത്തിൽ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, താബീങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. തബൂ താബീങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. 4 മദ്ഹബിന്റെ ഇമാമുകളിൽ എത്തിക്കണേ അല്ലാഹ്. 4 അഖ്താബിൽ എത്തിക്കണേ അല്ലാഹ്. മറ്റ് അയിമത്ത്, അഖ്താബ്, അഹ്വാസ്, മുജദ്ദിദീങ്ങൾ, മുഫസ്സിരീങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. ഇമാം തബരി തങ്ങളടക്കമുള്ള മുഫസ്സിരീങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. ഇമാം ബുഖാരി തങ്ങളടക്കമുള്ള മുഹദ്ദിദീങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. എല്ലാ ഫന്നിലും തഅലീഫ് നടത്തിയ മഹാനായ സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു തആല അൻഹുവിൽ എത്തിക്കണേ അല്ലാഹ്. ഹുജ്ജത്തുൽ ഇസ്ലാമിൽ എത്തിക്കണേ അല്ലാഹ്. അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫുൻ നവാവി
വാദിയിലെത്തിക്കണേ അല്ലാ. പടച്ചവനെ ഈ മാസം മഹാനായ മഖ്ദൂങ്ങൾ ഇവിടെ പറഞ്ഞ മാസമല്ലേ, അവരിലേക്ക് എത്തിക്കണേ അല്ലാ. ഈ മാസം ഹഫ്സവും അവിടെ വാങ്ങിയ മാസമല്ലേ, അവരിലേക്ക് എത്തിക്കണേ അല്ലാ. ധീരോദാത്തമായ സംഭവത്തിന് നേതൃത്വം നൽകിയ മലപ്പുറം ശഹദാക്കളുടെ രക്തസാക്ഷിത്വത്തിന് സാക്ഷിയായ മാസമല്ലേ, അവരിലേക്ക് എത്തിക്കണേ അല്ലാ. വരക്കൽ മുല്ലക്കോയ തങ്ങളിപ്പാപ്പ വടവാങ്ങിയ മാസമല്ലേ, അവരിലേക്ക് നീ എത്തിക്കണേ അല്ലാ. പടച്ചവനെ മറ്റ് മഹാന്മാർ ഹവാസിലും എത്തിക്കണേ അല്ലാ. പടച്ചവനെ ഈ നാട്ടിൽ മറവ് ചെയ്യപ്പെട്ട മഹാന്മാർ മാദികളിൽ എത്തിക്കണേ അല്ലാ. പടച്ചവനെ പാലക്കാട് ജില്ലക്കാരനായിരുന്ന സമസ്തയുടെ പ്രസിഡന്റ് കോയക്കുട്ടി സ്ഥാദിൽ എത്തിക്കണേ അല്ലാ. അതിനുമുമ്പ് മഹാനായ വലിയുള്ളാഹി ശംസുൽ എത്തിക്കണേ അല്ലാ. റഈസുൽ മുഅത്തഖീനിൽ എത്തിക്കണേ അല്ലാ. പടച്ചവനെ കെ വി ഉസ്താദ്, കെ ടി ഉസ്താദ്, സി എച്ച് ഉസ്താദ്, നാട്ടിക ഉസ്താദ്, കെ കെ ഉസ്താദ്, കുമരമ്പത്തൂർ ഉസ്താദ്, കാളമ്പാടി ഉസ്താദ്, സി എച്ച് ഉസ്താദ്, ചെറുവാളൂർ ഉസ്താദ്, അത്തിപ്പറ്റ ഉസ്താദ്, കീശ്ശേരി ഉസ്താദ്, ചെറുശ്ശേരി ഉസ്താദ്, എല്ലാവരിലും എത്തിക്കണേ അല്ലാ. പാണക്കാട്ട് മൂക്കായത്തങ്ങൾ സയ്യിദ് മുഹമ്മദ് ശാബത്തങ്ങൾ, ഉമർ ശാബത്തങ്ങൾ, ഹൈദർ ശാബത്തങ്ങളിൽ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ മഹാന്മാർക്ക് ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. ഇവിടെ കാശ് തന്നവരിൽ പലരും മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, കുടുംബാതിഥികൾക്ക് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വിനീതിന്റെയും വാപ്പയുമ്മയും ഖബറിലാണ്. അല്ലാഹുവേ അവർക്ക് ഈ രാവിലെ ഇതിൽ സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഭൂമിയുടെ മുകളിൽ ഞങ്ങൾ ആയത്തും ഹദീസും ഓതി വാത് പറയുമ്പോ ഭൂമിയുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് മാതാപിതാക്കളല്ല അല്ലാ. അല്ലാഹുവേ അവരുടെ ഖബറിൽ എന്തെങ്കിലും അദാബുണ്ടെങ്കിൽ അത് നീ ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. ഈ ബറാത്ത് രാവിലെ മോചനം അവർക്ക് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ശിർക്ക്, കുഫ്ർ, നിഫാഖ്, റിയാ, സൂചിബ്, അദാവത്ത്, ശൈവത്ത്, വിദഅത്ത്, ഖവാത്റുകളിൽ നിന്ന് ഈ രാത്രിയിൽ മോചിപ്പിക്കണേ അല്ലാ. അറ്റാക്ക്, ക്യാൻസർ, കിഡ്നി വീക്ക്, സ്ട്രോക്ക്, പന്നിപ്പനി, പക്ഷിപ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, ചിക്കുൻകുനിയ, കൊറോണ, മിക്രോ, നിപ പോലെയുള്ള രോഗങ്ങളുടെ നീരാളി പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ആന്തരികമായോ ബാഹ്യമായോ അവയവങ്ങളിൽ ഞങ്ങൾ അറിയാതെ രോഗാണുക്കളോ മാരക രോഗങ്ങളുടെ ലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ സ്വലാത്തിന്റെ സദഖയുടെ ബർക്കത്ത് കൊണ്ട് ഒഴിവാക്കി തരണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. അതൊക്കെ നിന്റെ തോഴത്തിലാക്കി തരണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. പ്രവാസികളുടെ പ്രയാസങ്ങൾ തീർക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ മക്ക മദീനകളിൽ എത്തിക്കണേ അല്ലാ. ഞങ്ങളൊന്നിനും കഴിയാത്ത പാവങ്ങളാ. ഞങ്ങളുടെ ഭാവിയിൽ എന്തൊക്കെയാ നീ തീരുമാനിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. എല്ലാം അറിയുന്ന നാഥ, നിന്റെ അദാബിന്റെ ചാട്ടവാറ് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല, ഏറ്റെടുക്കാൻ കഴിയൂല. തെറ്റുകൂമ്പാരങ്ങളുടെ ഹിമാലയങ്ങൾ ഞങ്ങൾ പണിതിട്ടുണ്ട്, തുറന്ന് സമ്മതിക്കുകയാ. പക്ഷെ നീ കൊള്ളക്കാര ഔലിയാക്കളാക്കിയവനല്ലേ, തമ്മാടികളെ അകത്താബുകളാക്കിയവനല്ലേ, വ്യഭിചാരികളെ മഹാന്മാരാക്കിയവനല്ലേ. ഞങ്ങളെ സയ്യാത്ത് ഹസനാത്താക്കി തബ്ദീലാക്കി ഞങ്ങളെ ദുആക്ക് ഇജാബത്തുള്ള സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയെ ഞങ്ങളുടെ മേൽ ഹറാമാക്കണേ അല്ലാ. ഈ രാത്രി ഹറാമാക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് ഹറാമാക്കണേ അല്ലാ. കുടുംബാതിഥികൾക്ക് കൂട്ടാളികൾക്ക് ഹറാമാക്കണേ അല്ലാ. ഗുരുവര്യന്മാർക്ക് ശിഷ്യന്മാർക്ക് ഹറാമാക്കണേ അല്ലാ. നിങ്ങൾ ആരെയും കത്തിക്കാളുന്ന നരകത്തിൽ ഒരു മൈക്രോ സെക്കൻഡ് കടത്തി കരിക്കല്ല അല്ലാ. സ്വർഗ്ഗനിന്റെ ഔദാര്യം കൊണ്ട് ഉജൂബാക്കണേ അല്ലാ. ഈ രാത്രി അതിന് കാരണമാക്കണേ അല്ലാ. പടച്ചവനെ സ്വതക്ക നൽകിയവരുണ്ട്, ദിക്ർ ചൊല്ലിയവരുണ്ട്. ഈ കൂട്ടത്തിൽ ഒരാളെ നീ പരാജയപ്പെടുത്തല്ല അല്ലാ. നിന്റെ ഹബീബ് പറഞ്ഞല്ലേ, അവരുടെ കൂടെ ഒന്ന് ചാരിരുന്നോ പരാജയപ്പെടൂല എന്ന്. നിങ്ങൾ ആരെയും നീ പരാജയപ്പെടുത്തല്ല അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ലാ. ക്ഷീണങ്ങൾ മാറ്റിത്തരണേ അല്ലാ. രോഗ
രോഗങ്ങൾ ശിഫയാക്കി തരണേ അല്ലാ. രണ്ട് ലോകത്തും വശാക്കല്ല അല്ലാ, കടത്തിൽ കുടുക്കല്ല അല്ലാ, അപമാനിതരാക്കല്ല അല്ലാ, കൈനീട്ടേണ്ട ഗതികേട് നൽകല്ല അല്ലാ. ഇരുലോകത്തും ഇസ്സത്ത് നൽകണേ അല്ലാ, ഇരുലോകത്തും ഇസ്സത്ത് നൽകണേ അല്ലാ, ഇരുലോകത്ത് നജാത്ത് നൽകണേ അല്ലാ, ഇരുലോകത്ത് സന്തോഷം നൽകണേ അല്ലാ. സഹിക്കാൻ കഴിയാത്ത പരീക്ഷണത്തിന്റെ പടുകുടിയിൽ വീഴ്ത്തല്ല അല്ലാ. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين. اللهم اجعل نصيحتنا نصيحة مؤثرة في قلوبنا وفي قلوب السامعين برحمتك يا أرحم الراحمين. صحابي أجمعين سبحان الله. دعاء وصية ورغولي والسلام عليكم ورحمة الله. വളരെ സാരസമ്പുഷ്ടമായ നസീഹത്ത് നൽകിയ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് അല്ലാഹു ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിപാടി മൂന്ന് സ്വലാത്തോടുകൂടെ പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്.